ഒരു ബ്ലൗസിൻ്റെ ബാക്കിൽ കൊടുക്കാനുള്ള ഒരു ഡോറിയുടെ വള്ളി ആണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതിയിൽ തുണി വെട്ടിയെടുക്കുക. ക്രോസ് ആണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ക്രോസ് ഒന്നുമല്ല, നേരെ തന്നെ എനിക്ക് അതിനകത്ത് കിട്ടിയുള്ളേ. ക്രോസ് വെട്ടാനുള്ള തുണി ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മളത് ഒരു ഭാഗം ലോക്ക് ചെയ്ത് അടിച്ചെടുക്കുക. എന്നിട്ട് ആ ലോക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ ഇതിന് കുടയുടെ കമ്പിയാണ്, പെട്ടെന്ന് അങ്ങ് കയറിപ്പോകും കേട്ടോ. നന്നായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈർക്കിലി വെച്ചിട്ടാണ് ഞാൻ കുത്തിവെടുത്ത് മറിക്കുന്നത്. ഇതുപോലെ നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുവാണ്. എന്നിട്ട് ഇതേ പിടിച്ച് വലിച്ചിട്ട് നമ്മൾ ആ ഈർക്കിലി ഊരി കളഞ്ഞിട്ട് ഇതിങ്ങനെ തിരിച്ച് താഴത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം ഇതുപോലെ വള്ളി റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി ഇതിൻ്റെ അറ്റത്ത് കൊടുക്കാനുള്ളത് ഇതൊരു 3.5 ഇഞ്ച് നീളമാണേലും മതി കേട്ടോ. സ്ക്വയർ 3.5 ഇഞ്ച് 4 ഇഞ്ച് സ്ക്വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളത് അടിച്ചിട്ട് മറിച്ചെടുക്കുമ്പം ഇങ്ങനെ ഇതിൻ്റെ നല്ല പീസ് നമ്മൾ കട്ട് ചെയ്യാതെ അതിനടിയിൽ ലൈനിങ് ആയിട്ട് കൊടുക്കുന്ന പീസോ അങ്ങനത്തെ പീസിൽ മാത്രം ഇങ്ങനെ കിഴുത്തായിട്ടിട്ട് തിരിച്ചെടുക്കാൻ നോക്കണം, നല്ല പീസ് വെട്ടാതെ. എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അത് നേരെ മടക്കിയിട്ട് ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ ചെരിച്ചടിച്ചെടുക്കണം. അപ്പോൾ കാണിച്ചു തരാവേ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ സെൻറ്ററിലേക്ക് വരുമ്പം അത് അതിൻ്റെ ചെരിവ് കുറച്ച് സ്ലോപ്പ് കുറച്ചെടുത്ത് ഇതുപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഭാഗവും അങ്ങനെ തന്നെ അടിച്ചെടുക്കണം. ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതളുകളൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് അടിച്ചെടുക്കുക. അന്നേരം നമ്മൾ 4 വശം അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഞാൻ ഇത് യൂട്യൂബിൽ നോക്കി ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ? ഇച്ചിരി കൂടെ വേറെ കളറൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് കാണാത്തത് കൊണ്ടാണ്. നല്ല ഭംഗിയുണ്ട്. എന്നാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.